കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 16 തിങ്കളാഴ്ച. അന്ന് പ്രദോഷമാണ്. തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി വരുന്നത് കൊണ്ട് സോമപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. സോമപ്രദോഷത്തെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അതുകൂടാതെ അന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശിവഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ശ്രീ പാർവതീദേവിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട മറ്റൊരു ദിവസം കൂടിയാണ് അന്ന് 30 തിങ്കളാണ്. 30 തിങ്കളും പ്രദോഷവും എല്ലാം കൂടി ചേർന്ന് വരുന്ന ദിവസം, അതിവിശിഷ്ടമായ ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ മഹാദേവനെയും മഹാദേവിയെയും വ്രതമെടുത്താലും ഇല്ലെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. പ്രധാനമായി മറ്റൊരു സംശയം പലരും ചോദിക്കുന്നു. അതായത്, ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് പ്രദോഷം എടുക്കുവാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം വരുന്നു. തീർച്ചയായിട്ടും പറ്റും. പക്ഷേ രണ്ടും രണ്ട് വ്രതങ്ങളാണ്, രണ്ടു ദേവതകളാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി പാരണ സമയത്ത് കൃത്യമായി പാരണ വീടണം. തീർത്ഥം സേവിച്ച് ഏകാദശി പാരണ വീടണം. കുളിച്ച് പാരണയുടെ ആചാരങ്ങളെല്ലാം ചെയ്ത് നാമം ജപിച്ച് തീർത്ഥം സേവിച്ച് പാരണ വീടണം. പാരണ വീടി നമസ്കരിച്ചതിന് ശേഷം ഭസ്മം ധരിച്ചുകൊണ്ട് നമഃശിവായ മന്ത്രം ജപിച്ച് പ്രദോഷത്തിലേക്ക് കടക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവസാനം, അതായത് ഏകാദശിയും പ്രദോഷവും കഴിഞ്ഞതിനു ശേഷം തീർത്ഥം സേവിക്കാം, ആ നിലയിലേക്ക് പോകരുത്. രണ്ടും രണ്ട് ദേവതകൾക്കുള്ളതാണ്, രണ്ടു നിഷ്ഠയുമാണ്. അതുകൊണ്ട് ഏകാദശി അവസാനിപ്പിക്കണം, അതിനുശേഷം നിങ്ങൾ പ്രദോഷത്തിലേക്ക് കടക്കണം. അങ്ങനെ ഏകാദശി അവസാനിപ്പിച്ച് തീർത്ഥം സേവിച്ചതിന് ശേഷം ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാം, അതിൽ തെറ്റില്ല. അല്ലാതെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആ നിമിഷം മുതൽ ഉപവസിക്കണമെന്ന് പ്രദോഷം മാത്രം എടുക്കുന്നവർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. ഏകാദശി കൂടി എടുക്കുന്ന ആളുകൾ ഏകാദശി അവസാനിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾ പ്രദോഷത്തിലേക്ക് കടക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാളെ ഏത് നാമം ജപിച്ച് പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ശിവലിംഗ പൂജയുടെ മഹാത്മ്യം എന്താണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാളത്തെ ദിവസം എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ ദിവസം എല്ലാവരും തന്നെ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കണം. അതുപോലെ തന്നെ ഭഗവാന് കഴിയുന്ന ആളുകളെല്ലാവരും തന്നെ ഭഗവാന് ധാര ചെയ്യണം. ജലം കൊണ്ടോ പാലുകൊണ്ടോ യഥാശക്തി നമുക്ക് എന്ത് ദ്രവ്യം കൊണ്ടാണോ ധാര ചെയ്യാൻ സാധിക്കുന്നത് ആ ദ്രവ്യം കൊണ്ട് ധാര ചെയ്യുക. ജലധാര ശ്രേഷ്ഠമാണ്. മഹാദേവന്റെ പേരിൽ ഒരു അർച്ചന കഴിപ്പിക്കണം. മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ ഒരു അർച്ചന കഴിപ്പിക്കണം. ഭഗവതിക്ക് അല്പം എണ്ണയോ നെയ്യോ മേടിച്ചു കൊടുത്ത് ഭഗവതിക്ക് വേണ്ടി ഒരു വിളക്ക് തെളിയിക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഇനി അതിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുക, മഹാദേവനെയും ഭഗവതിയെയും പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം 108 1008 തവണയോ ജപിക്കുക. പ്രത്യേകിച്ച് പ്രദോഷ പൂജാ സമയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രദോഷ പൂജാ സമയം, ആ സമയത്ത് തന്നെ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിക്കുക. ഇനി നമുക്ക് ശിവലിംഗ പൂജയുടെ മഹാത്മ്യം എന്താണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. പണ്ട് ഒരു കാട്ടിൽ ശംബരൻ എന്നു പേരുള്ള ഒരു വേടൻ താമസിച്ചിരുന്നു. അയാൾ വലിയ ശക്തിശാലിയായിരുന്നു. ഏതു മൃഗത്തെയും നിഷ്പ്രയാസം നേരിടുന്നതിൽ അയാൾ സമർത്ഥനായിരുന്നു. ആനയെയും സിംഹത്തിനെയും ഒക്കെ വേട്ടയാടുന്നതിന് അയാൾ സമർത്ഥനായിരുന്നു. അത്രത്തോളം ഈ ശക്തിശാലിയായിരുന്നു ശംബരൻ. അങ്ങനെ ഒരിക്കൽ ഈ ശംബരൻ വേട്ടയൊക്കെ കഴിഞ്ഞ് തൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്ന സമയത്ത് വഴിമധ്യേ ഒരു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ശിവക്ഷേത്രം കാണുന്നു.
ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തികൾ ഇടിഞ്ഞു വീണ് കിടന്നിരുന്നു. വാതിലുകൾ ഇളകി വീണ് അവിടെ തന്നെ കിടന്നിരുന്നു. ആ ക്ഷേത്രത്തിനുള്ളിൽ മഴയും മഞ്ഞും വെയിലുമേറ്റ് ഒരു ശിവലിംഗം കിടക്കുന്നുണ്ടായിരുന്നു. ആ ശിവലിംഗം വേടൻ്റെ കണ്ണിൽ പെട്ടു. അതീവ തേജസ്സുള്ള ആ ശിവലിംഗത്തെ ഉപേക്ഷിച്ചിട്ട് പോരുവാൻ ശംബരന് തോന്നിയില്ല. ശംബരൻ അത് തൻ്റെ കൈകളിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ആ ശിവലിംഗവും എടുത്തുകൊണ്ട് കാട്ടിലൂടെ പതുക്കെ നടന്നു. ആ സമയത്ത് ആ വനമാകെ ശിവലിംഗത്തിൻ്റെ പ്രഭ കൊണ്ട് വെട്ടിത്തിളങ്ങി. ആ സമയത്ത് അവിടെ വേട്ടയ്ക്കായി എത്തിയ പാഞ്ചാല രാജാവിനെ ചണ്ടാളൻ ഈ വേടൻ കാണുന്നു. അയാൾ ശിവലിംഗവുമായി നേരെ രാജാവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് രാജാവിനെ താണു തൊഴുത് വണങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്, തമ്പുരാനെ, ഞാനൊരു വേടനാണ്. എനിക്ക് ഈ ശിവലിംഗം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. നീച ജാതിക്കാരനാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് തന്നെ പൂജാവിധികളൊന്നും അറിയില്ല. അതിനാൽ അങ്ങ് എൻ്റെ ജാതിക്കൊത്ത പൂജാവിധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണമെന്ന് ഈ കാട്ടാളൻ രാജാവിനോട് പറഞ്ഞു. ശംബരൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ പാഞ്ചാല മഹാരാജാവിന് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. അദ്ദേഹം ശംബരൻ എന്തൊക്കെ പൂജകൾ ചെയ്യാൻ പറ്റുമോ ആ വിധത്തിലുള്ള പൂജാവിധികൾ ശംബരന് പറഞ്ഞു കൊടുത്തു. അതിരാവിലെ എഴുന്നേറ്റ് ചോലയിൽ പോയി കുളിക്കണം. ശിവലിംഗത്തെ ഒരു പാറമേൽ വെച്ച് പുഴവെള്ളം കൊണ്ട് തന്നെ കുളിപ്പിക്കണം. പൂജ ചെയ്യുന്നവനാരാണോ അവൻ വസ്ത്രവും അവൻ്റെ പല്ലും തേച്ച് വെളുപ്പിക്കണം. അതായത് നല്ല ശുദ്ധിയുള്ള വസ്ത്രവും അവൻ്റെ പല്ലും തേക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം സാധാരണ ഇതുപോലുള്ള ആളുകൾ കൃത്യമായി പല്ലൊന്നും തേക്കാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ശംബരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി രാജാവിന് പറഞ്ഞു കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശിവലിംഗ പൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ചുടല ഭസ്മമാണ്. അതിനാൽ പൂജ ചെയ്യുന്ന ആൾ ആ ഭസ്മം ശരീരത്തിലും ശിവലിംഗത്തിലും പുരട്ടണം. പഴവർഗ്ഗങ്ങളും നെല്ലുകുത്തി ചോറ് വെച്ചു അതുപോലെ ചാമയും ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കാം. ശൈവപൂജ കഴിയാതെ ഭക്ഷണമൊന്നും കഴിക്കരുത്. ഈ കാര്യം എല്ലാ ദിവസവും ചെയ്യണമെന്ന് ശംബരനോട് പാഞ്ചാല രാജാവ് പറയുന്നു. രാജാവിൻ്റെ ഉപദേശം കേട്ട് ശംബരൻ ഒരു പാറപ്പുറത്ത് ശിവലിംഗം കൊണ്ടുചെന്ന് വെക്കുകയും ആ ശിവലിംഗത്തിനെ സ്നാനം ചെയ്യുകയും ചെയ്തു. അതായത് ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ ജലധാര ചെയ്യുന്നത് പോലെ വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിക്കുന്നു. അങ്ങനെ കാടെല്ലാം അലഞ്ഞു നടന്ന് ചുടലഭസ്മം കൊണ്ടുവന്ന് തേച്ചു പിടിപ്പിക്കുന്നു. കാട്ടിൽ എവിടെ നിന്നാണ് നെല്ലും ചോറും കിട്ടുന്നത്? അതിനാൽ അവൻ തൻ്റെ യഥാശക്തിക്കനുസരിച്ചിട്ട് ചുട്ട മാംസമാണ് നിവേദിച്ചത്. കാരണം നെല്ലും അരിയൊന്നും കാട്ടിലില്ല. അതുകൊണ്ട് മാംസം ചുട്ട് ഏതെങ്കിലും പക്ഷിയെയോ മൃഗത്തിനെയോ ഒക്കെ പിടിച്ചു കൊന്ന് ചുട്ട് ആ മാംസമാണ് നൈവേദ്യമായി സമർപ്പിച്ചത്. പുലിത്തോലി വിരിച്ച് അതിലിരുന്ന് പുഷ്പാഞ്ജലി നടത്തി. ഭർത്താവ് ചെയ്യുന്നതെല്ലാം കണ്ടു നിന്ന വേടത്തിയും അടുത്ത ദിവസം മുതൽ പൂജ ചെയ്യുകയും കുളിച്ച് ശിവനെ നമസ്കരിക്കുകയും ചെയ്തു. ചണ്ടാളനാകട്ടെ പൂജ കഴിഞ്ഞ് തീർത്ഥവും പ്രസാദവും ഭാര്യയ്ക്ക് നൽകുകയും ചെയ്യും. അവൾ അത് വാങ്ങി കഴിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മടങ്ങും. ഇത് ഒരു പതിവായി. അങ്ങനെ ആ പൂജ എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ശിവലിംഗം ഒരു പാറമേൽ വെച്ചിരുന്നല്ലോ, ആ പ്രദേശത്തു തന്നെ ഒരു ആശ്രമം പോലെ കെട്ടിയുണ്ടാക്കുകയും ഇവർ അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഈ ശംബരൻ ചുടലഭസ്മം തിരക്കി കാടെല്ലാം അലഞ്ഞു നടന്നു. പക്ഷേ ഭസ്മം കിട്ടിയില്ല. നിരാശനായി വേടൻ. തൻ്റെ പൂജയ്ക്ക് ഭംഗം വരുമോ എന്ന് അയാൾ സംശയിച്ചു. ഭയങ്കര സങ്കടപ്പെട്ടു. എന്നിട്ട് അയാൾ വന്നിട്ട്
ഈ ആശ്രമം പോലെ അവർ കെട്ടിയുണ്ടാക്കി വെച്ചിരുന്ന ആ പർണശാല അയാൾ തീ കൊളുത്തി. ആ പർണശാലയ്ക്കുള്ളിൽ വേടത്തി ഉണ്ടായിരുന്നു. ആ തീയിൽപ്പെട്ട് വേടത്തി വെന്തെരിഞ്ഞു. ശമ്പരൻ ആ ഭസ്മം കൊണ്ടുവന്ന് ശിവപൂജ നടത്തി. പൂജയെല്ലാം ചെയ്തു കഴിഞ്ഞ് പതിവ് പോലെ എല്ലാ ദിവസവും പൂജ ചെയ്തു കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യയെ വിളിക്കും. പൂജ ചെയ്തു കഴിഞ്ഞതും ഭാര്യയെ ചുട്ടത് ശമ്പരൻ അങ്ങ് മറന്നുപോയി. പെട്ടെന്ന് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഭാര്യയെ വിളിക്കുകയാണ്. ആ സമയത്ത് ആ വേടത്തി ചിരിച്ചുകൊണ്ട് 2 കൈയും നീട്ടിക്കൊണ്ട് അവിടേക്ക് വന്നു. പെട്ടെന്നാണ് ശമ്പരന് താൻ പർണശാല തീ കൊളുത്തിയതും ആ പർണശാലയ്ക്കുള്ളിൽപ്പെട്ട് ആ തീയിൽപ്പെട്ട് വേടത്തി മരിച്ചതുമെല്ലാം ഓർമ്മ വന്നത്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ തൻ്റെ ഭാര്യ വന്നിരിക്കുന്നത് എന്നോർത്ത് ശമ്പരൻ അതിശയിച്ചു പോയി. ശമ്പരൻ വീണ്ടും അവളെ ഇങ്ങനെ കണ്ണ് നിറച്ച് കാണുകയാണ്, കണ്ണു മിഴിച്ചുകൊണ്ട് നോക്കുകയാണ്. അപ്പോൾ ആ വേടത്തി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നാഥ, അങ്ങ് ആശ്രമത്തിന് തീ വെച്ചുവെങ്കിലും ആ തീജ്വാല എന്നെ തൊട്ടില്ല. ആശ്രമം കത്തിയെരിഞ്ഞു. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. അങ്ങയുടെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. ഇതിനെല്ലാം കാരണം അങ്ങ് ചെയ്ത ആ ശിവലിംഗ പൂജയുടെ മഹാത്മ്യമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് ഈ വേടത്തി വേടനോട് പറയുന്നു. അത് കേട്ടതും ശമ്പരന് വലിയ സന്തോഷമായി. അതോടുകൂടി ശിവലിംഗ പൂജയുടെ മഹത്വം ശമ്പരന് ബോധ്യപ്പെടുകയും ശമ്പരൻ പാർവതീ സമേതനായ മഹേശ്വരനെ സ്മരിക്കുകയും ചെയ്തു. ആ ക്ഷണം അവിടെ ഒരു ദിവ്യമായ വിമാനം വന്നിറങ്ങി. ആ വിമാനത്തിൽ നിന്ന് 4 ശിവഗണങ്ങൾ പുറത്തേക്ക് വരുന്നു. അവര് ശമ്പരനെയും പുളിന്തി എന്ന വേടത്തിയെയും സ്പർശിക്കുന്നു. അവരുടെ സ്പർശനമേറ്റപ്പോൾ തന്നെ ഈ വേടൻ്റെയും വേടത്തിയുടെയും ശരീരം നല്ല വെൺശോഭയുള്ളതായി തീർന്നു. അവർക്ക് ശുദ്ധിയുണ്ടാകുന്നു. അവരുടെ ശരീരത്തിനും മനസ്സിനും പവിത്രതയുണ്ടാകുന്നു. അങ്ങനെ അവരെയും കയറ്റിക്കൊണ്ട് ആ വിമാനം ശിവലോകത്തിലേക്ക് പോകുന്നു. അങ്ങനെ വിമാനം ശിവലോകത്ത് എത്തിച്ചേരുന്നു. ശമ്പരനും ഭാര്യയും മഹേശ്വരൻ്റെയും ശ്രീ പാർവതിയുടെയും തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു. അതോടുകൂടി അവർ ശിവനിൽ അലിഞ്ഞു ചേരുന്നു. എല്ലാത്തിനെയും കാൾ ഭക്തിയാണ് അത്യുത്തമമെന്ന് ശമ്പരൻ്റെ ജീവിത രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. കാരണം എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും താൻ ചെയ്യുന്ന പൂജ മുടക്കില്ല എന്ന ആ ശമ്പരൻ്റെ നിശ്ചയം. ഇവിടെ തൻ്റെ ഭാര്യയാണ് ചുട്ടുകൊന്നത്. അങ്ങനെ ഭാര്യയെ ചുട്ടുകൊല്ലാൻ പാടില്ല എന്ന നിയമമൊന്നും പാവം കാട്ടാളന് അറിയില്ല. കാട്ടാളൻ്റെ മുമ്പിൽ എന്തു മാത്രമേ ഉള്ളൂ? ശിവപൂജ മുടങ്ങരുത്. അതിനുവേണ്ടി എന്തു കാര്യം ചെയ്യണം? ആ ബുദ്ധിയിൽ ശമ്പരൻ അത്രമാത്രമേ അറിയുകയുള്ളൂ. അല്ലാതെ ഭാര്യയെ കൊല്ലുന്നത് പാപമാണ്, സ്ത്രീഹത്യ പാപമാണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബോധം പാവം ശമ്പരന് ഇല്ല. പക്ഷേ ഭഗവാൻ അതറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ആ രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചത്. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരും. നാമം ജപിക്കുന്നതിനും ക്ഷേത്രത്തിൽ പോകുന്നതിനും പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനും ഏകാദശി അനുഷ്ഠിക്കുന്നതിനും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ നിശ്ചയിക്കുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വരും. കല്യാണം വരും, ആണ്ടടിയന്തരം വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരും, അല്ലെങ്കിൽ മടി വരും, ഇങ്ങനെ ടൂറ് പോകേണ്ടി വരും. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യങ്ങളൊക്കെ ചെയ്യും. ഭഗവാന്റെ പൂജകളോ നാമങ്ങളോ വ്രതങ്ങളോ ഒക്കെ മുടക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. പ്രദോഷം ഇനിയും വരും അല്ലേ? പക്ഷേ കല്യാണമോ ആണ്ടടിയന്തരമോ ഒക്കെ ഇനിയും വരുമോ? ഇല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കും. ഇവിടെ വേട്ടക്കാരനായ
നിഷാദനായ ചണ്ടാളനായ ശമ്പരൻ പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല. ഈശ്വര പൂജയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ശമ്പരൻ ജീവിച്ചു. ഇവിടെ പാഞ്ചാല രാജാവിനെയും നമ്മൾ ഓർക്കണം. ഒരു വേടനാണ് പാഞ്ചാല രാജാവിൻ്റെ മുമ്പിൽ ശിവലിംഗവുമായി വന്നത്. തൻ്റെ രീതിക്കനുസരിച്ചിട്ടുള്ള പൂജകൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബ്രാഹ്മണർക്ക് മാത്രമേ പൂജ ചെയ്യാൻ, അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ട് നീ ഇത് ചെയ്യരുത് എന്ന് പാഞ്ചാല രാജാവും പറഞ്ഞില്ല. വേടന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൂജ ചെയ്യുവാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ക്ഷത്രിയനായ പാഞ്ചാല രാജാവ് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ സംസ്കാരം. ഇവിടെ തൊട്ടുകൂടായ്മയോ ഉച്ചനീചത്വങ്ങളോ ഇന്ന വിഭാഗങ്ങൾക്ക് മാത്രം ഈശ്വരനോ വേദം കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന രീതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പഴയ കാലത്ത് ഭാരതീയ സംസ്കാരം അങ്ങനെയായിരുന്നു. പിന്നീട് വന്ന പല അധമന്മാരും നമ്മുടെ സംസ്കാരത്തെ മലിനപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം കഴിഞ്ഞു. നമ്മളിൽപ്പെട്ട ആചാര്യന്മാർ തന്നെ ഇടക്കാലത്തുണ്ടായിരുന്ന നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ചില ആളുകൾ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെ തുറന്നു കാണിക്കുകയും അതിൽ നിന്ന് പരിവർത്തനമുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് ശിവപുരാണവും ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും ഒക്കെയാണ്. അതിലെന്താണ് ഭഗവാന്മാർ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ അതിൽ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളുകൾ പല വിഡ്ഢിത്തങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ കണക്കാക്കണ്ട. ശരിയായ കാര്യങ്ങളെല്ലാം തന്നെ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ദേവീ മഹാത്മ്യത്തിലും രാമായണത്തിലുമൊക്കെ ഈശ്വരൻ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും ഉത്തമമായ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം, നമ്മുടെ സനാതന സംസ്കാരം. അതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. എല്ലാവരെയും സ്നേഹിക്കുന്ന, കല്ലിനെയും മണ്ണിനെയും പുഴുക്കളെയും പൂക്കളെയും കാറ്റിനെയും നദികളെയും സ്നേഹിക്കുന്ന ആ മഹത്തായ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അഭിമാനിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. നാമം ജപിക്കുക. നാളത്തെ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിക്കുക. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് 108 തവണയോ 1008 തവണയോ ജപിക്കുക. 1008 തവണ ജപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മഹാഭാഗ്യമെന്ന് മാത്രം കരുതുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.